മുഹറം എന്ന മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് മുഹറം മോശപ്പെട്ട മാസമാണ്. കുടി വീടിരിക്കൽ താമസം മാറാൻ പറ്റൂല, ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല, കല്യാണം നിശ്ചയിക്കാൻ പറ്റില്ല, വിവാഹങ്ങൾ നടത്താൻ പറ്റൂല. എന്താ കാരണം? നഹ്സിന്റെ മാസമാണത്രേ. എന്ത് നഹ്സ്? ശകുനമാണ്, മോശം സീസൺ. അതങ്ങനെ നമ്മൾ അവരുടെ മേൽ വെറുതെ പറഞ്ഞതല്ല. കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. കലണ്ടറിന്റെ മേലെക്കോളത്തിലും താഴെക്കോളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ അതിന്റെ കോപ്പികളുണ്ട്. ആ കലണ്ടറുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ മാസത്തിലും ഇന്ന ദിവസങ്ങൾ മോശം ദിവസമാണ്. അതിലേതൊക്കെയുണ്ട്? റമദാനിലെ 23, 24 ഒക്കെ നഹസിന്റെ ദിവസമാണ്. ആ കലണ്ടറിൽ കൊടുത്തിരിക്കുക നമ്മുടെ മലയാളക്കരയിലുള്ള ഒരു കലണ്ടറാണ്. റമദാനിലെ അവസാനത്തെ 10 23 നഹസാണ്. ദുൽഹിജ്ജ 10 നഹസിന്റെ ദിവസമാണ് കലണ്ടറിൽ. ദുൽഹിജ്ജ മുഹറം മാസത്തിലെ 1 മുതൽ 10 ദിവസങ്ങൾ വരെ നഹസിന്റെ ദിവസമാണ്. യാതൊരു പുതിയ സംരംഭങ്ങളും തുടങ്ങാൻ പാടില്ലത്രേ. ഇത് വിശ്വസിച്ച് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയും. ഓഡിറ്റോറിയങ്ങളിലും മറ്റു കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ പറയും, ഇനി എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഒരു 10 ദിവസം ലീവാണ്. അതെന്താ? അത് മുസ്ലിങ്ങൾക്ക് മുഹറം 10 വരെ പിന്നെ കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വിശ്വാസം എവിടുന്ന് വന്നതാണ്? ഷിയാക്കൾ കൊണ്ടുതന്നു. എന്തേ ഷിയാക്കൾക്ക് ഇത്ര കാര്യം? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണത്രേ അവരുടെ ആ ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ മുറി വീണതുകൊണ്ട് അവരുടെ സ്വന്തം ശരീരത്തിൽ, ഇവിടെ ബാംഗ്ലൂരിലും മറ്റു പല പ്രദേശങ്ങളിലും ഒക്കെ പോയവർക്കറിയാം, സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് വെക്കുന്നു, മുഖത്തും ശരീരത്തിന്റെ പച്ചയായ ഭാഗങ്ങളിൽ ചോര വീഴ്ത്തുന്നു. എന്നിട്ട് യാ ഹുസൈൻ, യാ അലി, യാ ഫാത്തിമ എന്ന് ഉറക്കെ വിളിച്ച് വാവിട്ട് കരയുന്ന ഷിയാക്കൾക്ക് അത് നഹസിന്റെ ദിവസമാണ്. അതേ ചിന്തകൾ കടന്നു വന്നു കേരളത്തിലേക്ക്. സുന്നിയെന്നോ സമസ്തയെന്നോ ഇസ്ലാം എന്നൊക്കെ പറയുന്നു. ഞാനൊരു പേര് പറഞ്ഞത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയായതുകൊണ്ട് അവരിലേക്കും അത് കടന്നു വന്നു. ആ വിശ്വാസം അതുപോലെ ഏറ്റെടുക്കേണ്ടി അവർക്കും വന്നു. ഖബർ പൂജ ഷിയാക്കൾ നടത്തുന്നു, അതേ പരിപാടി ഏറ്റെടുക്കേണ്ടി വന്നു. ആണ്ടും മുറൂസുമൊക്കെയായി നടക്കുന്നു ഷിയാക്കൾ, അതേ സംഭവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദീനിനെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, സ്വഹാബത്തിനെ പോലും ചീത്ത വിളിച്ച, തെറി വിളിച്ച ഷിയാക്കളുടെ പതിപ്പുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവർ പോലുമുണ്ട്. ഷിയാക്കളിൽ നിന്ന് സമ്മാനം നേടിയെടുത്ത മുസ്ലിം സമുദായത്തിലെ ചില പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ പച്ചയായ തെളിവാണ്. ഈ നഹ്സ് കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അതേ ഉദ്ദേശമാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താന്ന് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ അദ്വ വലാ തീറ